കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കെ.പി. ഭാസ്കരൻ സ്മാരക സഹകാരി പുരസ്കാരം ലഭിച്ച ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് N. ശ്രീധരനെയും അനുമോദിച്ചു. ബാങ്ക് മിനി ഓഡിറ്റോറിയത്തിൽ കേരള ക്ലേസ് ആൻഡ് സെറാമിക് ചെയർമാൻ ടി. വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും കെ.പി. ഭാസ്കരൻ സ്മാരക സഹകാരി പുരസ്കാരം ലഭിച്ച ബാങ്കിന്റെ മുൻ പ്രസിഡന്റും പ്രമുഖ സഹകാരിയുമായ N. ശ്രീധരനെയുമാണ് കണ്ണപുരം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ബാങ്കിന്റെ മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് കേരള ക്ലേസ് ആൻഡ് സെറാമിക് ചെയർമാൻ ടി. വി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന്റെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചിത്രം സഹകരണ ബാങ്കാണ്. കാരണം ഒരാവശ്യം വന്നാൽ ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന, എപ്പോൾ വിളിച്ചാലും വിളി കേൾക്കുന്ന, എപ്പോൾ കൈനീട്ടിയാലും സഹായം നൽകാൻ തയ്യാറായി നിൽക്കുന്ന വളരെ വിപുലമായ, ജനകീയമായ, സത്യസന്ധമായ, സുതാര്യമായ ഒരു സ്ഥാപനമാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. ആ സഹകരണ മേഖലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിന് നന്മയാണ് സഹകരണ മേഖല. എപ്പോഴും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണി കാണുന്ന കേരളത്തിൻ്റെ ഒരു നന്മയാണ് സഹകരണ മേഖല എന്ന് പറയുന്നത്. കാരണം സഹകരണ മേഖല നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എത്രയോ ആൾ ഗൾഫിലേക്ക് പോകാൻ വഴിമുട്ടി നിന്നവർക്ക് വഴികാട്ടിയായത് നമ്മുടെ സഹകരണ മേഖലയാണ്. പഠനം തടസ്സപ്പെടുന്നവർക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ ആ തടസ്സത്തെ മാറ്റാൻ അവരുടെ പഠനത്തിന് വഴിയൊരുക്കുന്നത് സഹകരണ മേഖലയാണ്. എത്രയോ വിവാഹങ്ങൾ പൂർത്തീകരിക്കാൻ അവർക്ക് വഴിയൊരുക്കുന്നത് സഹകരണ മേഖല. അങ്ങനെ ജനങ്ങളുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തെയും ഒരുപോലെ, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനിച്ച മറ്റൊരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിലില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. വിദ്യാർത്ഥികൾക്കും N. ശ്രീധരനും ഉപഹാരം നൽകി. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ടി. കെ. ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. കല്ലേശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. ഷാജർ ക്യാഷ് അവാർഡ് വിതരണം ചെയ്തു. കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് K. രതി, ബാങ്ക് സെക്രട്ടറി K. ശിവദാസൻ, ഡയറക്ടർ K. ചന്ദ്രൻ, N. ശ്രീധരൻ, T. ചന്ദ്രൻ, K. P. രാജൻ, K. വി. ശ്രീധരൻ, K. വി. രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.